ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഓപ്ഷൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഫ്യൂച്ചറിനേക്കാൾ കുറച്ചും കൂടെ കൺഫ്യൂസിംഗ് ആണ് ഓപ്ഷൻ. നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഡിജിറ്റ് പറഞ്ഞു, ഒരു ഫിഗർ പറഞ്ഞിട്ട് അത് നമ്മൾ പറഞ്ഞു. സോ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഓപ്ഷന് അതായത് ഓപ്ഷന് വരുന്ന രണ്ട് പാർട്ടീസാണ്. ഒന്നിനെ നമുക്ക് ഹോൾഡർ എന്നും വേറൊന്നിനെ നമുക്ക് റൈറ്റർ എന്നും പറയാം, ഓർ ബയർ ഓർ സെല്ലർ എന്ന് പറയാം. ഓപ്ഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഓക്കെ, രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഓപ്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഏത് ടൈമിലാണോ നമ്മൾ ഓപ്ഷൻ സ്വീകരിക്കുന്നത്, ദാറ്റ് മീൻസ് കോൾ ഓപ്ഷൻ വേണോ പുട്ട് ഓപ്ഷൻ വേണോ എന്ന് തീരുമാനിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജിലാണ് അല്ലേ. അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണേ? നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രൈസും എക്സസൈസ് പ്രൈസും തമ്മിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. ആക്ച്വൽ അല്ല കേട്ടോ, ആക്ച്വൽ അല്ല. ആ ഓപ്ഷൻ എഗ്രിമെൻറ്റിനകത്ത് എഴുതിയിരിക്കുന്ന എക്സസൈസ് പ്രൈസ് എത്രയാണ്, എക്സ്പയറി ആവുന്ന ഡേറ്റിനകത്ത് നമുക്ക് കിട്ടുന്ന പ്രൈസ് എക്സസൈസ് പ്രൈസ്. ആ എക്സസൈസ് പ്രൈസും ഏതും കൂടെയാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രൈസുമാണ് കമ്പയർ ചെയ്യണേ. എക്സ്പെക്റ്റഡ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കണോ പുട്ട് ഓപ്ഷൻ എടുക്കണോ എന്ന് നോക്കാം അല്ലേ. എന്നിട്ട് ഇത് ചെയ്യണോ വേണ്ടയോ, ദാറ്റ് മീൻസ് ഇത് എക്സസൈസ് ചെയ്യണോ അതോ ലാപ്സ് ആക്കണോ എന്ന് തീരുമാനിക്കുന്ന ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ ആക്ച്വൽ ഫ്യൂച്ചർ ഡേറ്റിനകത്ത്, ദാറ്റ് മീൻസ് എക്സ്പയറി ഡേറ്റിനകത്ത് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? ഈ പറയുന്ന പോലെ എക്സസൈസ് പ്രൈസും ആ പറയുന്ന ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസും തമ്മിൽ ആക്ച്വൽ ഓപ്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ആക്ച്വൽ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്യാം. അതല്ല നമുക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ അത് ലാപ്സ് ആണ്. ഓക്കെ, ഈ വീഡിയോക്കകത്ത് നമ്മൾ പഠിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന സെക്കൻഡ് പാർട്ടാണ്. ഇറ്റ്സ് കോൾഡ് ഇൻ ദ മണി, അറ്റ് ദ മണി ആൻഡ് ഔട്ട് ഓഫ് ദ മണി. ഇങ്ങനെ 3 സിറ്റുവേഷൻ ആണ് ഓപ്ഷനകത്ത് പറഞ്ഞത്. ദാറ്റ് മീൻസ് നിങ്ങൾ എക്സസൈസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് നമുക്ക് അവിടെ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഇൻ ദ മണി എന്ന് പറയും. ആ സിറ്റുവേഷനെ നമുക്ക് ഇൻ ദ മണി എന്ന് പറയാം. ഇനി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ദാറ്റ് മീൻസ് അത് എക്സസൈസ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, അത് ലാപ്സ് ആവുകയാണെങ്കിൽ അതിനെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ഇനി രണ്ടും അല്ലാത്ത സ്റ്റേജ് വരും. ഏതൊക്കെയായിരുന്നു? ആ എക്സസൈസ് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ വരും അല്ലെ. നമ്മളത് ചുമ്മാ ഒരു ഡാഷ് ഇട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോക്കകത്ത്, അല്ലെങ്കിൽ നിൽന്നോ അങ്ങനെ സംതിങ് എന്തെങ്കിലും. ദാറ്റ് മീൻസ് ആ രണ്ട് പ്രൈസും ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് അറ്റ് ദ മണി എന്നും പറയാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് ഓപ്ഷൻ സ്വീകരിക്കണം, ഏത് ഓപ്ഷനാണ് എടുക്കണേന്ന് നോക്കണം. കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ എടുക്കണേന്ന് നോക്കണം, നമ്പർ 1. ഇനി ആ എടുത്ത ഓപ്ഷൻ എക്സസൈസ് ചെയ്യുവാണോ അതോ ലാപ്സ് ആവുകയാണോ നോക്കണം. അങ്ങനെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻ ദ മണി എന്നും, അതല്ലെങ്കിൽ അതിനെ അല്ലെങ്കിൽ ലാപ്സ് ആവുകയാണെങ്കിൽ അതിനെ ഔട്ട് ഓഫ് ദ മണി എന്നും പറയാം. നമുക്കൊന്ന് നോക്കാം. ഈ പറയുന്ന പോലെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, മനസ്സിലാവും. അതായത് രണ്ട് കേസുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എക്സസൈസ് പ്രൈസും മാർക്കറ്റ് പ്രൈസുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്ന നേരത്ത് കോൾ ബയറും പുട്ട് ബയറും. സോ ഇവിടെ എന്താ ചെയ്യണേ? എക്സസൈസ് പ്രൈസ് ആണ് കൂടുതൽ, മാർക്കറ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ എക്സസൈസ് പ്രൈസ് ആണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോൾ ബയർക്ക് എന്ത് സംഭവിക്കും ആലോചിച്ച് നോക്കി. കോൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ അല്ലെ. സോ ഇവിടെ ഏതാണ് കൂടുതൽ? എക്സസൈസ് പ്രൈസ് ആണ് കൂടുതൽ, മാർക്കറ്റ് പ്രൈസ് കുറവാണ്. സോ നിങ്ങൾ എൻ്റെ നിന്ന് വാങ്ങിക്കൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൂ? പറയുന്നത് മനസ്സിലാവുന്നതല്ലോ. അതായത് നിങ്ങളൊരു കോൾ ബയർ ആണ്, ദാറ്റ് മീൻസ് നിങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണ്. ആ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് മാർക്കറ്റിൽ എക്സസൈസ് പ്രൈസിനേക്കാൾ കുറഞ്ഞ രീതിയിൽ കിട്ടും. സോ നിങ്ങൾ എൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ ചെയ്യൂ? ഇല്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സസൈസ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള റൈറ്റ് ആണ് ഈ കോൾ ബയർ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടണേ. പക്ഷെ മാർക്കറ്റിൽ അതിനേക്കാൾ വില കുറവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങൾ എക്സസൈസ് ചെയ്യില്ല. കാരണം എക്സസൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതെന്തായിരിക്കും? നഷ്ടമായിരിക്കും. സോ അത് ലാപ്സ് ആവും. ഇങ്ങനെ ലാപ്സ് ആവുന്ന സിറ്റുവേഷനിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ആ സിറ്റുവേഷൻ വരുവാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ഇനി ഇതേ സിറ്റുവേഷൻ തന്നെ പുട്ട് ബയറിന്റെ കേസിലൊന്ന് ആലോചിക്കുക. പുട്ട് ബയർ മീൻസ് റൈറ്റ് ടു സെൽ അല്ലെ. സോ പുട്ട് ബയറിന് ഇവിടെ മാർക്കറ്റ് പ്രൈസ് കുറവായതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് വിൽക്കാം. നിങ്ങളുടെ കയ്യിലുള്ളത് എന്താ? നിങ്ങൾ പുട്ട് ബയർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ളത് പുട്ട് ഓപ്ഷൻ ആണ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു സെൽ ആണ്. അങ്ങനെ റൈറ്റ് ടു സെല്ല് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് പ്രോഫിറ്റബിൾ ആയിരിക്കും അല്ലെ. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 90 രൂപയുള്ളൂ, എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ ലാഭം കിട്ടും.
ആണല്ലോ. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ദ മണി എന്ന് പറയും. സോ ഏത് ഓപ്ഷനാണ് സ്വീകരിക്കണേന്ന് നോക്കണം. ആ ഓപ്ഷന് നിങ്ങൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻ ദ മണി എന്നും, അത് ലാപ്സ് ആയി പോവുകയാണെങ്കിൽ അതിനെ ഔട്ട് ഓഫ് ദ മണി എന്നും പറയും. ആൻഡ് ദ സെക്കൻഡ് സിറ്റുവേഷൻ, എക്സൈസ് പ്രൈസിന് ഈക്വൽ ആയിട്ടാണ് മാർക്കറ്റ് പ്രൈസ് പറഞ്ഞത്. അതായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് വിറ്റിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ട് സെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങൾക്ക് ഒരു രൂപ പോലും പ്രോഫിറ്റോ ലോസോ ഉണ്ടാവില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? അറ്റ് ദ മണി എന്ന് പറയാം. രണ്ട് കൂട്ടർക്കും അറ്റ് ദ മണി ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ. നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് വിറ്റാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിറ്റാലും നിങ്ങൾക്ക് ലാഭമൊന്നുമില്ല. കാരണം എക്സസൈസ് പ്രൈസും ഏതും ഈക്വൽ ആണ്, മാർക്കറ്റ് പ്രൈസും ഈക്വൽ ആണ്. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? അറ്റ് ദ മണി എന്ന് പറയാം. ആൻഡ് ദ തേർഡ് സിറ്റുവേഷൻ, ഫസ്റ്റ് സിറ്റുവേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. എക്സൈസ് പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവാണ്. സോ നിങ്ങൾ കോൾ ബയർ ആണെങ്കിൽ, നിങ്ങളുടെ കൈവശമുള്ളത് റൈറ്റ് ടു ബൈ ആണെങ്കിൽ, നോക്കി എക്സൈസ് പ്രൈസ് കുറവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട്, അല്ലേ, റൈറ്റ് ടു ബൈ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാം. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ദ മണി എന്ന് പറയാം. ഇനി നിങ്ങളുടെ കൈവശമുള്ളത് പുട്ട് ഓപ്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ പുട്ട് ഓപ്ഷൻ മീൻസ് റൈറ്റ് ടു സെൽ, അല്ലേ? നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കൂടിയ തുകയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് കുറഞ്ഞ തുകയ്ക്ക് നിങ്ങൾ വിൽക്കുമോ? കാരണം ഇവിടെ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണ്, എക്സൈസ് പ്രൈസ് കുറവാണ്. സോ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ പ്രൈസിന് വാങ്ങിച്ചിട്ട് വളരെ കുറച്ച് പ്രൈസിന് നിങ്ങൾ എനിക്ക് വിൽക്കില്ല, എനിക്ക് സെയിൽ ചെയ്യില്ല, നിങ്ങൾക്ക് അവിടെ നഷ്ടം വരും. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഓപ്ഷൻ എന്ത് ചെയ്യില്ല? എക്സസൈസ് ചെയ്യില്ല, ആ ഓപ്ഷൻ ലാപ്സ് ആവും. ഇറ്റ്സ് കോൾഡ് ഔട്ട് ഓഫ് ദ മണി. മനസ്സിലായി? ഈ സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. സോ സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഇങ്ങനെ 3 സാഹചര്യങ്ങളാണുള്ളത്. ഇത് ആദ്യത്തെ വീഡിയോ കണ്ട് മനസ്സിലായെങ്കിലേ നമുക്ക് സെക്കൻഡ് വീഡിയോ കണ്ടിട്ട് പ്രയോജനമുള്ളൂ. മനസ്സിലായി? സാധാരണ രീതിയിൽ 2 ടൈപ്പിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഒന്നില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ലോട്ടിൽ 7 മാർക്കിനോ 8 മാർക്കിനോ വലിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഏത് ഇൻ ദ മണിയാണോ, അറ്റ് ദ മണിയാണോ, ഔട്ട് ഓഫ് ദ മണിയാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം. സാധാരണ രീതിയിൽ സ്ഥിരമായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായി? ആൻഡ് സെക്കൻഡ് വൺ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് 2 മാർക്കിനോ 3 മാർക്കിനോ ഒബ്ജക്റ്റീവ് ചോദിക്കും. അതുമാത്രമല്ല, ഈ രണ്ട് വീഡിയോയും അതായത് ഓപ്ഷൻ്റെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് മനസ്സിലായെങ്കിലേ നമുക്ക് വാല്യുവേഷൻ ഓപ്ഷൻ എന്താണെന്നും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? സോ ഓപ്ഷൻ നമ്പർ 1 അല്ലെങ്കിൽ റൂൾ നമ്പർ 1, നമുക്ക് ആ കോൺട്രാക്റ്റിനകത്ത് എഗ്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റഡ് പ്രൈസും എക്സസൈസ് പ്രൈസും നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഏത് ഓപ്ഷനാണ് സ്വീകരിക്കണേ എന്ന് ചൂസ് ചെയ്യണേ. നമ്പർ 1. ഇനി എക്സസൈസ് പ്രൈസും ആക്ച്വൽ പ്രൈസും അല്ലെങ്കിൽ ആക്ച്വൽ മാർക്കറ്റ് പ്രൈസും നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അത് എക്സസൈസ് ചെയ്യണോ അതോ ലാപ്സ് ആവണോ എന്ന് നോക്കണേ. എക്സസൈസ് ചെയ്യുന്ന ഓപ്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ദ മണി എന്നും, ഓക്കെ, ലാപ്സ് ആവുകയാണെങ്കിൽ അതിനെ ഔട്ട് ഓഫ് ദ മണി എന്നും പറയാം. ദാറ്റ് മീൻസ് കോൾ ബയർക്ക് ഔട്ട് ഓഫ് ദ മണി വരുന്ന സിറ്റുവേഷനിൽ പുട്ട് ബയർക്ക് എന്ത് വരും? ഇൻ ദ മണി വരും. അതേപോലെ തന്നെ കോൾ ബയർക്ക് ഇൻ ദ മണി വരുന്ന സിറ്റുവേഷനിൽ പുട്ട് കോളർക്ക് അല്ലെങ്കിൽ പുട്ട് ബയർക്ക് എന്ത് വരും? ഔട്ട് ഓഫ് ദ മണി വരും. മനസ്സിലായി? നമുക്ക് എക്സാമ്പിൾസ് നോക്കാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓപ്ഷൻ ഓക്കെ. സോ ഫസ്റ്റ് വൺ നമ്മൾ എടുത്തിരിക്കുന്നത് കോൾ ഓപ്ഷനാണ്, റൈറ്റ് ടു ബൈ ആണ്. എക്സസൈസ് പ്രൈസ് 60 ആണ്, മാർക്കറ്റ് പ്രൈസ് 55 രൂപയുള്ളൂ. ചുമ്മാ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ചെയ്യും? നിങ്ങളിത് എക്സസൈസ് ചെയ്യോ ലാപ്സ് ആവോ? പറഞ്ഞാൽ മനസ്സിലായോ? അതായത് മാർക്കറ്റിൽ 55 രൂപയ്ക്ക് കിട്ടും, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 60 രൂപയ്ക്ക് വാങ്ങിക്കില്ല. കാരണം ഇവിടെ കോൾ ഓപ്ഷൻ ആണ്, റൈറ്റ് ടു ബൈ ആണ്. മാർക്കറ്റിനേക്കാൾ വില കുറഞ്ഞ രീതിയിൽ എൻ്റെ നിന്ന് വാങ്ങിച്ചാലേ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുള്ളൂ, ആണോ? സോ ഇവിടെ നിങ്ങളിത് വാങ്ങിക്കില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ ഈ കോൺട്രാക്ട് ലാപ്സ് ആക്കും. ഈ സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ഓക്കെ. ആൻഡ് നമ്പർ 2, സിറ്റുവേഷൻ നമ്പർ 2, അഗെയിൻ കോൾ ഓപ്ഷൻ ആണ്, 50-50. ദാറ്റ് മീൻസ് എക്സസൈസ് പ്രൈസും മാർക്കറ്റ് പ്രൈസും ഈക്വൽ ആണെങ്കിൽ നമ്മളിതിൻ്റെ എക്സസൈസിൻ്റെ പുറകെ പോകില്ല, ഏതും ചെയ്യില്ല, ലാപ്സ് ആവും ചെയ്യില്ല. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം? അറ്റ് ദ മണി എന്ന് പറയാം. മനസ്സിലായി? ആൻഡ് ദ തേർഡ് വൺ, അഗെയിൻ കോൾ ഓപ്ഷൻ ആണ്,
110 105. ഓക്കെ, നോക്കി, മാർക്കറ്റിൽ 105 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് 110 രൂപയ്ക്ക് വാങ്ങിക്കൂ? വാങ്ങിക്കില്ല. ദാറ്റ് മീൻസ് ഇവിടെയും കോൺട്രാക്ട് എന്തായി പോവും, അല്ലെങ്കിൽ ഓപ്ഷൻ ലാപ്സ് ആയി പോവും. സിറ്റുവേഷനെ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയും. മനസ്സിലായി? ആൻഡ് ദ ഫോർത്ത് വൺ അഗെയിൻ കോൾ ഓപ്ഷൻ ആണ്. എക്സസൈസ് പ്രൈസ് 35, മാർക്കറ്റ് പ്രൈസ് 40. ചുമ്മാ ആലോചിച്ച് നോക്കി, മാർക്കറ്റിൽ 40 രൂപയാണ്, നിങ്ങൾക്ക് റൈറ്റ് ടു ബൈ ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം? 35 രൂപയ്ക്ക് വാങ്ങിക്കാം. നിങ്ങൾക്ക് 5 രൂപ എന്തുണ്ടാക്കാൻ പറ്റും? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ദ മണി എന്ന് പറയാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് ഓപ്ഷൻ ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോൾ ഓപ്ഷൻ മാറി പുട്ട് ഓപ്ഷൻ ആവുന്ന നേരത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം 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 തിരിഞ്ഞു വരും. മനസ്സിലായി? നമുക്ക് നോക്കാം. അതായത് പുട്ട് ഓപ്ഷൻ ആണ് എടുത്തിരിക്കണേ. 110 രൂപയാണ് എക്സസൈസ് പ്രൈസ്, 100 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. മനസ്സിലായി? നിങ്ങളുടെ കയ്യിലുള്ള എന്താ? റൈറ്റ് ടു സെല്ല. ദാറ്റ് മീൻസ് നിങ്ങൾ സെയിൽ ചെയ്താൽ ഞാൻ അത് വാങ്ങിക്കണം. നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാ? മാർക്കറ്റിൽ ഇതിന് 100 രൂപയേ ഉള്ളൂ. 100 രൂപയ്ക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാം? 110 രൂപയ്ക്ക് വിൽക്കാം. അല്ലേ? നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്യും. ഈ സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻ ദ മണി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ അഗെയിൻ പുട്ട് ഓപ്ഷൻ ആണ്. 105 115 റൈറ്റ് ടു സെൽ. മാർക്കറ്റിൽ നിന്ന് 115 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ എനിക്ക് 105 രൂപയ്ക്ക് വിൽക്കുമോ? വിൽക്കില്ല. ദാറ്റ് മീൻസ് ഈ സിറ്റുവേഷൻ ലാപ്സ് ആയി പോവും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഔട്ട് ഓഫ് ദ മണി ആയിട്ട് പറയാം. ഓക്കെ, മനസ്സിലായി? അഗെയിൻ പുട്ടാണ് 1250 റൈറ്റ് ടു സെൽ. മാർക്കറ്റിൽ നിന്ന് 15 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് 12, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ 12 രൂപയ്ക്ക് വിൽക്കില്ല, ഉറപ്പായിട്ടും വിൽക്കില്ല. ദാറ്റ് മീൻസ് ഇവിടെയും ഇത് ലാപ്സ് ആയി പോവും. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ പുട്ടാണ് 20 20 രണ്ടും 20 രൂപയാണ്. സോ ഇവിടെ നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ നിൽക്കില്ല. ഈ സിറ്റുവേഷനെ നമുക്ക് എന്ത് തീരുമാനിക്കാം? അറ്റ് ദ മണി ആയിട്ട് തീരുമാനിക്കാം. ഓക്കെ, സോ ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഈ രണ്ട് പാർട്ടും കൂടെ ഒരുമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഏത് സിറ്റുവേഷനിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇൻ ദ മണിയാണോ, അറ്റ് ദ മണിയാണോ, ഔട്ട് ഓഫ് ദ മണിയാണോ പറ്റുള്ളൂ. ഓക്കെ, സോ രണ്ട് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഓപ്ഷൻ എഗ്രി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത്, ആ എഗ്രിമെന്റ് ഓക്കെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ രണ്ട് പ്രൈസ് ആണ് നോക്കണേ. ഒന്ന് എക്സസൈസ് പ്രൈസും, പിന്നെ ഒന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ പ്രൈസ്, ഫ്യൂച്ചർ മാർക്കറ്റ് പ്രൈസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോൾ ഓപ്ഷൻ ആണോ പുട്ട് ഓപ്ഷൻ ആണോ എടുക്കണമെന്ന് തീരുമാനിക്കണം. ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് നമുക്ക് ഇൻ ദ മണി എന്ന് പറയുന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം അത് എക്സസൈസ് ചെയ്താൽ മതി. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിലോ അറ്റ് ദ മണി ആണെങ്കിലോ നമുക്കത് വേണ്ടെന്ന് വെക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യണം. ഏതൊക്കെയായിരുന്നു? എക്സസൈസ് പ്രൈസും ആക്ച്വൽ മാർക്കറ്റ് പ്രൈസും. ഇറ്റ്സ് കോൾഡ് സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയും. സ്റ്റോക്ക് പ്രൈസ്, ആക്ച്വൽ സ്റ്റോക്ക് പ്രൈസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇൻ ദ മണിയാണോ, അറ്റ് ദ മണിയാണോ, ഔട്ട് ഓഫ് ദ മണിയാണോ എന്ന് നോക്കാം. ഓക്കെ, ഈ രണ്ട് വീഡിയോയും നല്ലപോലെ കാണുക. ഞാൻ കുറച്ച് അസൈൻമെൻറ്റ്സ്, 1 2 3 അസൈൻമെൻറ്റ്സും കൂടെ തരാം. അത് ചെയ്ത് നോക്കുക. എന്നാലേ നമുക്ക് വാല്യുവേഷൻ ഓഫ് ഓപ്ഷനും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ.